ഉമ്മൻചാണ്ടി സാറിൻ്റെ വിയോഗത്തിന് ശേഷം 23 ദിവസങ്ങൾക്കിപ്പുറം ഉമ്മൻചാണ്ടി സാറിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ബൊക്കെയുമായി തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നും കോട്ടയത്തെ പുതുപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ് ബേബി എന്ന ഈ ഒരു ചേച്ചി. എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഒരു വില കൊടുത്ത് ഇത്രയും ദൂരത്ത് നിന്ന് ഈ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടത്തിൽ ബൊക്കെ സമർപ്പിക്കാൻ ബേബി എന്ന ഈ ഒരു ചേച്ചി എത്തിയിരിക്കുന്നത്? നമുക്കൊന്ന് ചോദിച്ചറിയാം. ഞാനിവിടെ വന്നത് സാറുമായിട്ടുള്ള അത്രയും ആത്മബന്ധം എനിക്കുള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം എൻ്റെ മകൻ ആര്യനാട് ITL പഠിക്കുന്ന സമയത്ത് എക്സാം എഴുതാൻ ഒരു തടസ്സം വന്നു. അവൻ നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രിൻസിപ്പൾ എല്ലാവരും പുറത്താക്കിയപ്പോഴും സാറിനെ ഞാൻ വന്ന് കണ്ടു. സാർ അന്നത്തെ ഡയറക്ടറുമായി സംസാരിച്ചു. തൊഴിൽ വകുപ്പിൽ അദ്ദേഹം പരീക്ഷ എഴുതാനുള്ള എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. എല്ലാ പ്രവർത്തനങ്ങളും ക്ലിഫ് ഹൗസിലിരുന്ന് അദ്ദേഹം പറയുകയും, മക്കളെ നീ വിഷമിക്കണ്ട, എൻ്റെ മകന് പരീക്ഷ എഴുതാൻ കഴിയും, ഞാനാ പറയുന്നത് എന്ന് പറയുകയും എൻ്റെ കുട്ടി പരീക്ഷ എഴുതി 1ാം ക്ലാസ്സോടെ ആര്യനാട് ITL പാസ്സാകാനും കഴിഞ്ഞു. അത് എൻ്റെ ബഹുമാനപ്പെട്ട അന്തരിച്ചു പോയ എൻ്റെ സാറിൻ്റെ അനുഗ്രഹമാണ്, ആ നന്മയാണ്, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത് ഒന്ന്. രണ്ടാമത് എനിക്കൊരു വലിയ ലോണെന്ന് പറഞ്ഞാൽ വലിയൊരു ലോണാണ്. അത് എനിക്ക് അടയ്ക്കാൻ കഴിയാതെ വന്നു. എനിക്ക് ജപ്തി വന്നു. ഞാൻ സാറിനെ പോയി കണ്ടു. സാർ അതിൽ നിന്നും എന്നെ ഒഴിവാക്കി. എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാറ് ചെയ്തു. ഈ മഹത് വ്യക്തിയുടെ മുമ്പിൽ ഞാൻ ഒരിക്കൽ കൂടെ നമിക്കുന്നു മോനെ. നേരിട്ട് അദ്ദേഹത്തിനെ ദർബാർ ഹാളിൽ വെച്ച് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നും ഞാനിവിടെ നേരിട്ട് സാറിൻ്റെ കബറിടം കാണാൻ വന്നത്. ശരിക്കും ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ ചേച്ചിക്ക് ശരിക്കും കണ്ണിലൂടെ കണ്ണീര് വരുന്നുണ്ട്. അത്രയാണ്. കാരണം എൻ്റെ പിതാവ് മരിച്ചാൽ പോലും എനിക്ക് ഇത്രയും ഒരു ദുഃഖം വരില്ല. അത്രയും ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിയാണ്. അതെനിക്ക് മറക്കാൻ കഴിയില്ല. അതേപോലെ ജനസമ്പർക്ക പരിപാടിയിലും എൻ്റെ കുടുംബത്തെ സഹായിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ അച്ഛൻ്റെ അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷേ ഒരിക്കൽ കൂടെ മുഖ്യമന്ത്രിയാകണമെന്ന് സാധാരണക്കാരായ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതെന്തോ അതിന് കഴിഞ്ഞില്ല. അതിലിന്നും എനിക്ക് വളരെ ദുഃഖമുണ്ട് മോനെ. സത്യം, സാറിൻ്റെ വിയോഗം ഞങ്ങളെപ്പോലുള്ളവർക്ക്, എന്നെപ്പോലുള്ളവർക്കും വളരെ ബുദ്ധിമുട്ടും പ്രയാസവും ഭാരവും തന്നെയാണ്. അത് എൻ്റെ അന്ത്യത്തോളം കാണും തീർച്ചയായിട്ടും. കേരളത്തിന് മലയാളികൾക്കൊരു നഷ്ടം തന്നെയല്ലേ ഉമ്മൻചാണ്ടി? തീർച്ചയായിട്ടും മോനെ, മലയാളികൾക്ക്, സാധാരണക്കാരായവർക്ക്, അവർക്കെല്ലാം വലിയൊരു നഷ്ടം തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ വിയോഗം. ഇനിയൊരു ഉമ്മൻചാണ്ടി കേരളത്തിന് ലഭിക്കും തോന്നുന്നു. ഇനിയൊരു ഉമ്മൻചാണ്ടി സാറ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനത് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായും ഈ ദേവാലയത്തിൻ്റെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ശക്തിയും ബലവും ആർജവും ആ മകന് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മോനെ. ശരിക്കും ചേച്ചി മുൻ പരിചയമൊന്നും ഉമ്മൻചാണ്ടി സാറിനില്ല. പക്ഷേ പരിചയമില്ലാത്തൊരു വ്യക്തി ഇത്രത്തോളം സഹായം നൽകുക എന്ന് പറഞ്ഞൊരു മനുഷ്യ സ്നേഹിയുടെ ഒരു മഹത്വമല്ലേ ശരിക്കും? എനിക്കൊരു കത്ത് പോലും ഇല്ലാതെയാണ് ഞാൻ സാറിനെ കാണാൻ പോയത്. പാർട്ടിയുടെ ഒരു കത്തോ പാർട്ടിയുടെ ഒരു ഫോൺ വിളിയോ ഇല്ല മോനെ. ഇല്ലാതെ അപ്രാപ്യമെന്ന് കരുതി എല്ലാവരും പറഞ്ഞത് നടക്കില്ല എന്ന്. പക്ഷേ അപ്രാപ്യമെന്ന് പറഞ്ഞ് കരുതി ആ കാര്യം വ്യക്തമായും എൻ്റെ സാർ എനിക്ക് ചെയ്തു തന്നു. ഞാൻ ഒരിക്കൽ കൂടെ നമിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാദപീഠത്തിൽ.